ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞാൻ ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് ഞാൻ പോകുന്നത് ഫോർട്ട് കൊച്ചിയിലോട്ടാണ്. എൻ്റെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, ഫോട്ടോഗ്രാഫേഴ്സ് ആയിക്കോട്ടെ, ഇൻസ്റ്റ ആയിക്കോട്ടെ, ഞാൻ കുറേ കണ്ടിരുന്നു കൊച്ചിയിലുണ്ടെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ക്രിസ്മസ് ന്യൂ ഇയർ ഉണ്ടെങ്കിൽ അത് ഫോർട്ട് കൊച്ചിയാണെന്ന്. അപ്പോൾ എന്തായാലും നമുക്ക് കാർണിവൽ കാണാൻ വേണ്ടിയിട്ട് 31st ഫോർട്ട് കൊച്ചി പോകുന്ന കാര്യം ചിന്തിക്കാൻ പറ്റത്തില്ല. കാരണം അത്രയ്ക്കും തിരക്കാണ്. ഞാൻ ഇതുവരെ ഫോർട്ട് കൊച്ചി പോയിട്ടുണ്ടെങ്കിലും ഈ ക്രിസ്മസ് ന്യൂ ഇയർ വൈബ് കാണാൻ ഇതുവരെ ഞാൻ ഫോർട്ട് കൊച്ചി പോയിട്ടില്ല. അപ്പോൾ എന്തായാലും നമ്മൾ അത് വിചാരിച്ചിട്ടാണ്, കാണാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഇന്ന് ഫോർട്ട് കൊച്ചി പോകുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ റെഡി ആയിട്ട് പോവാണ്. ഇഫ് ഇൻ കേസ് അവിടെ എത്തിയിട്ട് നല്ല വൈബ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോട്ടോസും കൂടി എടുക്കാമല്ലോ, കുറച്ച് നല്ലത്. അപ്പോൾ ആ ഒരു മൈൻഡിലാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഒരുമിച്ച് എക്സ്പ്ലോർ ചെയ്യാം. ഓക്കെ, ഈ സ്ഥലം ഏതാണെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഇപ്പോൾ ദേ പോന്നു. ഈ ഒരു ലൊക്കേഷൻ കണ്ടോ? ഞാൻ ഫോർട്ട് കൊച്ചിയിൽ ആദ്യമായിട്ട് ഷൂട്ടിന് വരുമ്പോൾ ഞാൻ ഫസ്റ്റ് പിക്ക് എടുത്ത ഒരു ലൊക്കേഷനായിരുന്നു കേട്ടോ. ആ ഒരു റെഡ് ബിൽഡിങ്. നേരത്തെ റെഡ് അല്ലായിരുന്നു എന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. പക്ഷേ എനിക്ക് ആ ഒരു ബിൽഡിങ്ങായിട്ട് അത്യാവശ്യം ബോണ്ടിങ് ഉണ്ട് കേട്ടോ. ഏതൊരു ഷൂട്ട് ചെയ്താലും അതിൻ്റെ ഫ്രണ്ടിലൊരു ഷൂട്ട് ചെയ്തിരിക്കും. ഞാൻ ഫോട്ടോഷൂട്ടിനല്ലാതെ ഞാൻ ഫോർട്ട് കൊച്ചി അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ വന്നിട്ടില്ല കേട്ടോ. ഇന്നത്തെ ദിവസം എന്തായാലും അത് നടന്നു. ഞാൻ ഫോർട്ട് കൊച്ചി അത്യാവശ്യം നടന്ന് എക്സ്പ്ലോർ ചെയ്തു. ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം എപ്പോഴും ഷൂട്ടിന് വരുമ്പോൾ ആ ഒരു സ്ട്രെസ്സിലൊക്കെ ആയിരിക്കും. ഇന്ന് നടന്ന് ഫോർട്ട് കൊച്ചി എല്ലാം കണ്ടതിന് ശേഷമാണ് എനിക്ക് പറ്റുന്ന ഇഷ്ടപ്പെട്ട ലൊക്കേഷനിലൊക്കെ ഞാൻ പിക്ചേഴ്സ് എടുത്തിട്ടുള്ളത്. അതൊക്കെ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. വരുന്ന കഴിക്കാൻ കരിക്കും വെള്ളം കണ്ടു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കരിക്കും വെള്ളം, ആ പൾപ്പ് കഴിക്കാൻ ഇഷ്ടമായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങി കുടിച്ചു. എന്നിട്ടും ഞാൻ കുറേ സ്ഥലങ്ങൾ നടന്ന് നോക്കി. നമ്മൾ വന്നത് ക്രിസ്മസ് വൈബും അതേപോലെ കുറച്ച് ഫെയറി ലൈറ്റ്സ് ഒക്കെ കിട്ടുമോ എന്നറിയാൻ വേണ്ടിയിട്ടായിരുന്നല്ലോ. പക്ഷേ ഉദ്ദേശിച്ച കാര്യങ്ങൾ നടന്നില്ല. പ്ലാൻ ചെയ്ത് ഒന്ന് നടന്നത് മറ്റൊന്നായിരുന്നു. എന്താ സംഭവിച്ചതെന്ന് നിങ്ങൾക്ക് ബാക്കി മുന്നോട്ടറിയാം. മാപ്പ് നോക്കി ഇറങ്ങിയപ്പോഴത്തേക്ക് ജങ്കാറിലേക്ക് പോകുന്ന കാര്യമാണ് കണക്ട് ചെയ്ത് കാണിച്ചത്. അപ്പോൾ ജങ്കാറിൽ പോകണ്ട, എനിക്ക് ജങ്കാർ പേടിയാണ്. ഇത് ബസ് സ്റ്റാൻഡാണ്. ബസ് സ്റ്റാൻഡ് അകത്തൂടെ കയറ്റിയാണ് കൊണ്ടുപോകുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, അതിൻ്റെ അകത്തൂടെയൊക്കെ ആദ്യമായിട്ട് ഞാൻ ലൈഫിൽ കയറി ഇറങ്ങുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഫോർട്ട് കൊച്ചിയിൽ നിന്ന് ഇറങ്ങി. അതായത് ഭയങ്കര തിരക്കായിരുന്നു. ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ അന്യായ തിരക്ക്. ഇന്ന് സൺഡേ ഉണ്ട്, കുറച്ച് തിരക്കൊക്കെ ഉണ്ടെന്നൊരു പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു. പക്ഷേ അത് ഇത്രയും മാരകമായ തിരക്ക് കാണുമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വണ്ടി പാർക്ക് ചെയ്യാൻ നമുക്ക് സ്ഥലം കിട്ടിയിട്ടുണ്ടായിരുന്ന ഫൈനലി എങ്ങനെയൊക്കെയോ സ്ഥലം കിട്ടി. വണ്ടി ഒരിടത്ത് പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി ഒരു ജംഗ്ഷനിലായിരിക്കും പാർക്ക് ചെയ്തത്, നമുക്ക് വേറൊരു ജംഗ്ഷനിലേക്കായിരിക്കും നടക്കേണ്ടത്. ഞാൻ പറയാൻ വന്ന കാര്യങ്ങൾ മറന്നുപോയി. അതായത് നമ്മൾ എന്തും പറഞ്ഞിട്ട് ഇറങ്ങിയത് ഫെയറി ലൈറ്റ്സും കാണും. അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ നമുക്ക് പിക്സൊക്കെ എടുക്കാമെന്നല്ലേ. പിക്സൊക്കെ എടുത്തു, പക്ഷേ ഫെയറി ലൈറ്റ്സിൻ്റെ ഇടയിലൊന്നും ആയിരുന്നില്ല. നമ്മൾ വേറെ എവിടേക്കായിരുന്നു പിക്സ് എടുത്തത്. ഞാൻ ഉദ്ദേശിച്ചത് അവിടെ ഒരു ട്രീയിൽ ഒരു കുഞ്ഞ് ഫെയറി ലൈറ്റ്സ് ഇട്ടതല്ലാതെ വേറെ ലൈറ്റ്സ് ഒന്നും ഞാൻ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. മേ ബി ഇന്ന് 13th ആയിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് തോന്നുന്നു മേ ബി ഇത് ഒരു 20th ഒക്കെ ആകുമ്പോഴായിരിക്കും ഫുൾ ഓൺ ആവുള്ളൂ എന്നായിരിക്കും. മേ ബി അങ്ങനെ ആയിരിക്കാം. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ നേരത്തെ അല്ല വന്നത് ക്രിസ്മസ് കാണാൻ വേണ്ടിയിട്ട്. എന്നിട്ടൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ചെറിയ ചെറിയ ആംബിയൻസ് അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ആ ഒരു പിക്ചർ, ആ ഒരു കാർണിവൽ വൈബിലൊക്കെ ഉണ്ടാകുന്ന ഒരു വൈബിലായിരുന്നു ഞാൻ പോയത്. ഞാൻ ആലോചിക്കുക, ഈ ഒരു ടൈമിൽ ഇത്രയും തിരക്കുണ്ടെന്നുണ്ടെങ്കിൽ കാർണിവലാകുമ്പോൾ ന്യൂ ഇയറിന് അന്ന് എന്തോരം തിരക്കായിരിക്കും. ഈ വണ്ടിയൊക്കെ കൊണ്ട് കയറാൻ പറ്റത്തില്ല. അത് മാത്രമല്ല, അവിടെ ന്യൂ ഇയർ പാർട്ടി നടക്കുകയെന്നുണ്ടെങ്കിൽ ഇപ്പുറത്തെ ജംഗ്ഷനിൽ ഇന്ന് തുള്ളേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. ഇപ്പം തന്നെ അതേപോലത്തെ ക്രൗഡായിരുന്നു. പക്ഷെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതുവരെ ഫോർട്ട് കൊച്ചി കണ്ടിട്ടില്ല. ഇനി എന്തായാലും അടുത്ത ക്രിസ്മസിന് ന്യൂ ഇയറിന് ഇനി ഇങ്ങോട്ട് കാല് കുത്തത്തില്ലെന്ന് ഉറപ്പായി. ഓക്കെ, അപ്പോൾ അതാണ് ഭയങ്കര ടയേർഡായി. എനിക്ക് എങ്ങനെയും ഒന്ന്
വീട്ടിലെത്തിയാൽ മതി എന്നൊരു രീതിയായിരുന്നു. എനിവേസ് എന്തായാലും ഇതൊരു കുട്ടി വ്ളോഗായിരുന്നു. ഞാൻ എന്തൊക്കെ പറഞ്ഞതെന്ന് എനിക്ക് തന്നെ ഒരു ഐഡിയ ഇല്ല. അപ്പോൾ എല്ലാവർക്കും ഈ വ്ളോഗ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ അടുത്ത വ്ളോഗിൽ നമുക്ക് കാണാം. അപ്പോൾ നെക്സ്റ്റ് വ്ളോഗ് മേ ബി ന്യൂ ഇയറിലായിരിക്കും. നമുക്ക് നെക്സ്റ്റ് ഇയറാണ് നമ്മുടെ നെക്സ്റ്റ് വ്ളോഗ്. യെസ്. അപ്പോൾ ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്. ലവ് യു ഓൾ. സീ യു സൂൺ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ഇത് എപ്പോഴാണ് പോസ്റ്റ് ചെയ്തതെന്ന് അറിയത്തില്ല. എനിവേസ് മേ ബി ഇത് ചാനലാകുമ്പോഴായിരിക്കും ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. എന്തായാലും എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ബൈ. അപ്പോൾ നമുക്ക് അടുത്ത വർഷം കാണാം കേട്ടോ. ബൈ.